എല്ലാവർക്കും ടോസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മരിയ കുര്യൻ. നിങ്ങൾ ടോസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ വഴി എൻ്റെ ജനറൽ പേപ്പറിന്റെ ക്ലാസ്സുകളൊക്കെ റാപ്പിഡ് റിവിഷൻ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. 2025 ജൂലൈ മാസത്തിലാണ് അടുത്ത സെറ്റ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ടോസ് അക്കാഡമിയുടെ 6 മാസത്തെ ലോങ് ടൈം ബാച്ച് ആദ്യ ബാച്ചിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ എന്നോടൊപ്പം ഈ സ്ക്രീനിൽ പ്രസന്റ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ ഫോട്ടോസ് കാണുന്നുണ്ട്. അതിലൊരു സൈഡിൽ കേഡറ്റ് സീറ്ററ്റ് വിന്നേഴ്സ് ഉണ്ട്. നടുക്കായിട്ട് ടോസ് അക്കാഡമിയുടെ PSC ഇതുവരെ വന്നിട്ടില്ല, അതായത് ടോസ് അക്കാഡമി തുടങ്ങിയ ശേഷം നടത്തിയ HSA അതുപോലെ തന്നെ HSST VHSC പരീക്ഷകൾ LPUPയുടെ ഒക്കെ റിസൾട്ടുകൾ ആവുന്നതേ ഉള്ളൂ. അതുപോലെ പുതിയ HSA സ്റ്റുഡൻസ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെയൊക്കെ റിസൾട്ടുകളാണ്. അതായത് ചുരുങ്ങിയ 4 വർഷങ്ങൾ കൊണ്ട് ടോസ് അക്കാഡമി നടത്തിയ ചുരുങ്ങിയ PSC എക്സാമുകളിൽ നമുക്ക് കിട്ടിയ അവസരങ്ങളിൽ വന്ന വിന്നേഴ്സ് ആണ് ഈ നടുഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത്. ആൻഡ് റൈറ്റ് സൈഡിൽ ആയിരക്കണക്കിന് എന്ന് പറയുമ്പോൾ 2000-ൽ നമ്മൾക്ക് സെറ്റിന്റെ വിന്നേഴ്സ് ടോസ് അക്കാഡമിയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ HSST VHSC പരീക്ഷകളിൽ 1ാം റാങ്ക് അടക്കം സ്വന്തമാക്കിയ എല്ലാ സ്റ്റുഡൻസും ടോസ് അക്കാഡമിയുടെ തന്നെ സെറ്റ് പ്രോഡക്ട്സ് ആണ്, അല്ലെങ്കിൽ കേഡറ്റ് വിന്നേഴ്സ് കൂടിയാണ്. അപ്പോൾ ഈ വരുന്ന സെറ്റ് പരീക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഇതിനു മുമ്പും 1-2 വീഡിയോ ക്ലാസ്സുകളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി HSST പരീക്ഷ 2026 ഡിസംബറിലൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ. പിന്നെ ഇപ്പോഴത്തെ PSC പരീക്ഷയായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ LPUP HSA ഒക്കെ നേരത്തെ വിളിച്ചു, അതുകൊണ്ട് നേരത്തെ വരുമോന്നും അറിയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് വളരെ ചുരുങ്ങിയ സെറ്റ് പരീക്ഷകളെ ഇനി അതിന് മുൻപായിട്ട് നമുക്ക് അപ്പിയർ ചെയ്യാനായിട്ട് ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. സെറ്റ് നിങ്ങൾ നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പാസ്സാവണം. എങ്കിൽ മാത്രമേ വരും വർഷങ്ങളിൽ HSST അത് PSC പരീക്ഷ ആയിക്കോട്ടെ അതല്ലാതുള്ള മാനേജ്മെന്റ് എക്സാംസ് ആയിക്കോട്ടെ സെറ്റ് ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ. അതുപോലെ ടോസ് അക്കാഡമിയുടെ പ്രത്യേകത ഈ സെറ്റ് കോച്ചിങ്ങിൽ നിങ്ങൾക്ക് HSSTക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തുന്ന രീതിക്കാണ് സെറ്റിന്റെ ക്ലാസ്സസ് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സെറ്റ് പാസ്സാകുന്നതിനോടൊപ്പം അത്യാവശ്യം HSSTക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ എല്ലാം ഇട്ടിട്ടാണ് നിങ്ങൾ സെറ്റ് പാസ്സായി പോകുന്നത്. പിന്നെ തീർച്ചയായിട്ടും അത് HSST പ്രിപ്പറേഷന് നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. തന്നെയല്ല ടോസ് അക്കാഡമിയിൽ നിങ്ങൾ സെറ്റ് പാസ്സായവർക്ക് HSSTക്ക് വേണ്ടിയിട്ട് ഓഫറോട് കൂടിയ ബാച്ചുകളും ഒക്കെ നമ്മൾ തുടങ്ങുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാം 5ാം വർഷത്തിലാണ് ടോസ് അക്കാഡമി സെറ്റിന്റെ ഫീൽഡിൽ പറഞ്ഞ പോലെ 2000-ലധികം ആസ്പിരൻസിനെ ടോസ് അക്കാഡമി പാസ്സാക്കിച്ചിട്ടുണ്ട്. അത്രമാത്രം നല്ല കോച്ചിങ് ആണ്. ജനറൽ പേപ്പർ ആണെങ്കിലും ജനറൽ പേപ്പർ ക്ലാസ് ഞാൻ എടുക്കുമ്പോൾ ഞാൻ എന്നെ സ്വയം പൊക്കി പറയല്ല, നിങ്ങൾക്ക് B.Ed ഒക്കെ കഴിഞ്ഞ വർഷങ്ങളായവർക്കും അല്ലെങ്കിൽ തന്നെ B.Ed പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് സൈക്കോളജി തിയറീസോ ഫിലോസഫിയോ ഒന്നും ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിവുണ്ടാവില്ല. അപ്പൊ അതൊക്കെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടാകും. പിന്നെ സബ്ജക്ട് പേപ്പർ മിക്കവർക്കും ഒരു കീറാമുട്ടിയാണ്. ഇവിടുത്തെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിന്നുകൊണ്ട് എല്ലാ കാര്യവും ഒരു ക്ലാസ്സിൽ ഒരു ചെറിയൊരു ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും വലിയ ടോപ്പിക്സ് ഇത്രയും വലിയ സിലബസ് എങ്ങനെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാം ആ രീതിക്കാണ് നമ്മുടെ ടീച്ചേഴ്സ് പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ എക്സാംസ് ആണ് ഇവിടുത്തെ ഏറ്റവും മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം. ഇത്തവണ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് റിവിഷൻ ടൈമിൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ടെസ്റ്റ് പേപ്പർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഒരുക്കുന്നുണ്ട്. അങ്ങനെ വളരെ റിച്ച് ആണ് ഇവിടുത്തെ സെറ്റ് കോച്ചിങ് എന്ന് പറയുന്നത്. വിന്നേഴ്സ് ആയിക്കോട്ടെ റിവ്യൂസ് ആയിക്കോട്ടെ, ഞാൻ നിസ്സംശയം പറയാം ടോസ് അക്കാഡമിയെ പോലെ കേരളത്തിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന വേറൊരു ടീം ഇല്ല എന്ന് തന്നെ പറയാം. അത്രയും നല്ല കോച്ചിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ പുതിയ ബാച്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കടന്നു വരാം. ഞാൻ അതിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെഷൻസ് ആണ്. ഇവിടെ നിങ്ങൾ ഈ ക്ലാസ്സിന് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പഠിക്കാനുള്ള എല്ലാ മെറ്റീരിയൽസ് PDF ആയിക്കോട്ടെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തരുന്നുണ്ട്. റെക്കോർഡ് ക്ലാസ്സസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ടൈം ഇഷ്യൂ ഇല്ലാണ്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. നോട്ടുകൾ തരും, ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫൈനൽ റിവിഷൻ ടൈമിൽ സബ്ജക്ട് പേപ്പറിന്റെ ഒക്കെ ഷോർട്ട് ലൈവ് ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിച്ച് തരുന്നുണ്ടായിരിക്കും. ബാക്കി കണ്ടന്റ് എല്ലാം റെക്കോർഡ്. ഇവിടെ എന്ത് ലൈവ് എടുത്താലും അതിന്റെ റെക്കോർഡഡ് വേർഷൻ അവൈലബിൾ ആയിരിക്കും. പിന്നെ എക്സാംസ് അസൈൻമെന്റ്സ് മോക്ക് ടെസ്റ്റ് ഇതെല്ലാം വരുന്നതാണ് നമ്മളുടെ ഒരു പാക്കേജ് എന്ന് പറയുന്നത്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, 2027 മിക്ക HSST പരീക്ഷകളുടെയും റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരും. അതുകൊണ്ട് തന്നെ 2025 അവസാനം തുടങ്ങി നമ്മൾക്ക് എക്സ്പെക്ട് ചെയ്ത് തുടങ്ങാം അടുത്ത HSST നോട്ടിഫിക്കേഷൻ 26-ലാണ് നമ്മൾ മോസ്റ്റ് പ്രോബബ്ലി ഉണ്ടാകുമെന്ന് പറയുന്നത്.
ഞാൻ നമ്മളുടെ സെറ്റ് കോച്ചിങ്ങിൻ്റെ കാര്യം ഒന്നുകൂടി ഒന്ന് എടുത്തു പറയാം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അക്കാഡമിയുടെ സ്റ്റാഫിനെ നിങ്ങൾ മെയിനായിട്ട് വിളിക്കുമ്പോൾ എന്നെ ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. എന്നോടായിരിക്കും സംസാരിക്കുന്നത്. 75 10 15 5 4 8 5 എന്നതാണ് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ. അതിൽ വിളിച്ച് ഡീറ്റെയിൽസ് അന്വേഷിക്കാം. ഇപ്പോൾ ഇന്ന് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് ഫെബ്രുവരി 7-ാം തീയതിയാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇന്ന് മുതൽ ക്ലാസ്സസ് ആരംഭിക്കുകയാണ്. അപ്പോൾ ഈ ഫ്യൂ ഡേയ്സ് നിങ്ങൾക്ക് ഡെമോ ക്ലാസ് ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഡെമോ ചോദിക്കുകയാണെങ്കിൽ പേഴ്സണലായിട്ട് അയച്ചു തരും. നിങ്ങൾക്ക് യൂട്യൂബിൽ റിവ്യൂസ് നോക്കിയാൽ കിട്ടും, റിസൾട്ട് നോക്കിയാൽ കിട്ടും. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. റെക്കോർഡ് ക്ലാസ്സസ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജനറൽ പേപ്പറിനും സബ്ജക്റ്റ് പേപ്പറിനും ഡീറ്റെയിൽഡ് സെഷൻസ് ക്ലാസ്സുകളുണ്ട്. അതിൽ സബ്ജക്റ്റ് പേപ്പർ ഞാൻ എടുത്തു പറയുന്നത്, സബ്ജക്റ്റ് പേപ്പർ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പേപ്പറാണ് ബാക്കി ജനറൽ ഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ സബ്ജക്റ്റ് പേപ്പറിന് ബുദ്ധിമുട്ടേറിയ ഭാഗങ്ങൾക്ക് നിങ്ങൾക്ക് അവസാന റിവിഷൻ ടൈമിൽ റാപ്പിഡ് റിവിഷൻ ലൈവുകൾ നമ്മൾ സംഘടിപ്പിച്ച് തരുന്നുണ്ട്. PDF നോട്ട്സ്, ഡീറ്റെയിൽഡ് നോട്ട്സ് തരുന്നുണ്ട്. മോക്ക് ടെസ്റ്റ് സീരീസ്, എല്ലാ ആഴ്ച എക്സാംസ്, മാസം തോറും റിവിഷൻ എക്സാംസ്, ഫൈനൽ റിവിഷൻ, മോഡൽ എക്സാം, അതുപോലെ ഇത്തവണ തൊട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് 120 മാർക്ക് വെച്ചിട്ട് അവസാനം എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ സൗകര്യം തരുന്നുണ്ടാകും. ഫൈനൽ റിവിഷനും മോഡൽ എക്സാംസും ഉണ്ടാകും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ ക്ലാസ്സിലൊക്കെയും ഡിസ്കസ് ചെയ്യുന്നുണ്ടാകും. അസൈൻമെന്റ്സ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരുന്നുണ്ടാകും. ഇനി ടോസ് അക്കാഡമിയിൽ മാത്രം നിങ്ങൾക്ക്, അത് ഇവിടെ ഏത് കോച്ചിങ് എടുത്താലും കിട്ടുന്നൊരു കാര്യമാണ്. ഇവിടെ ഇപ്പം സബ്ജക്റ്റ് ടീച്ചറിൻ്റെ കോണ്ടാക്ട് നമ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, വിളിക്കാം. ഇപ്പോൾ എന്നെ മാത്രമല്ല, നിങ്ങൾ എൻ്റെ നമ്പർ മാത്രമല്ല, നിങ്ങളിവിടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം ഇംഗ്ലീഷ് ആകുമ്പോൾ അഞ്ജലി മിസ്, കെമിസ്ട്രി ദിവ്യ മിസ്, റൊമീന മിസ്, സുവോളജി, അങ്ങനെ ഫിസിക്സ്, മാത്സ്, എക്കണോമിക്സ്, കൊമേഴ്സ്, എല്ലാ ടീച്ചേഴ്സിൻ്റെയും നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാം. ഇപ്പോൾ ഡൗട്ട് വരുമ്പോൾ ഈ മിസ് ഇന്ന ഭാഗത്ത് എനിക്ക് ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് തന്നെ ടീച്ചേഴ്സ് അതിനെ റിപ്ലൈ ചെയ്ത് തരും. നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ എടുത്ത് നോക്കിയാൽ സ്റ്റുഡൻസ് എല്ലാവരും ഒരുപോലെ പറയുന്ന കാര്യമാണ് ഇവിടുത്തെ ഫാക്കൾട്ടീസിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡും ക്വാളിഫൈഡ്, ഈ 5 വർഷവും നമ്മളുടെ കൂടെ നിന്നിട്ടുള്ള ടീച്ചേഴ്സാണ് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുത്ത് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെയും പുറത്തും ഒക്കെ ആയിട്ട് ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ടീച്ചേഴ്സാണ്, നെറ്റ് PhD ക്വാളിഫൈഡ് ടീച്ചേഴ്സാണ് സബ്ജക്റ്റ് പേപ്പറിന് ക്ലാസ് എടുത്ത് തരുന്നത്. ഡൗട്ട് ക്ലിയറിങ്ങും ഇൻഡിവിജ്വൽ സപ്പോർട്ടും ഫോളോ അപ്പും, നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നൊരു വാക്ക് ചോദിക്കാനും ഇവിടുത്തെ ടീച്ചേഴ്സ് റെഡിയാണ്. ആപ്പും വാട്സപ്പ് ഗ്രൂപ്പും വഴിയാണ് ക്ലാസ്സസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഒരു തവണ ജോയിൻ ചെയ്തിട്ട് പഠിച്ചാൽ കിട്ടും, ഞാൻ ഇപ്പോഴേ പറയാം, പഠിച്ചാൽ കിട്ടും. ഇനി ഇൻ കേസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഒരു മൈന്യൂട്ട് പേയ്മെൻറ്റിൽ കോച്ചിങ് റിപ്പീറ്റ് ചെയ്യാനും HSSTക്ക് മുമ്പ് സെറ്റ് പാസ്സാക്കി എടുക്കാനൊക്കെ ഉള്ള ഒരുപാട് അവസരങ്ങൾ നമ്മൾ ടോസ് അക്കാഡമിയിൽ തരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കടന്നു വരാം, സമയം കളയാണ്ട് പഠിക്കാൻ തുടങ്ങുക. LPUP വന്നപ്പോഴും HSA വന്നപ്പോഴും ഒക്കെ ഞാനിങ്ങനെ കേട്ടൊരു കാര്യമാണ്, മിസ്സേ ഇത്തവണത്തെ കേഡറ്റ് പാസ്സായ എനിക്ക് LPUP അല്ലെങ്കിൽ HSA എഴുതാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചുകൊണ്ട് വരുന്ന ഓരോ സിറ്റുവേഷൻസ്. ശരിക്കും മര്യാദയ്ക്ക് പഠിച്ചായിരുന്നെങ്കിൽ അതിന് മുമ്പത്തെ തവണ പാസ്സായേനെ. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റിൽ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കേണ്ട വരില്ല. അപ്പോൾ അടുത്ത HSSTക്കെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കട്ടെ. നിങ്ങൾ ഇത് നേരത്തെ പാസ്സായിട്ട് HSSTക്കുള്ള ഫൗണ്ടേഷൻ സെറ്റപ്പ് എല്ലാം നിങ്ങൾ ഇപ്പം തന്നെ ഇട്ട് തുടങ്ങുക. എനിക്കറിയാം നിങ്ങൾ HSAയുടെ ഒക്കെ കുറേ പേര് അതിൻ്റെ പ്രിപ്പറേഷന് തിരക്കിലായിരിക്കും, എങ്കിലും സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ സെറ്റിലേക്കും. കാരണം HSST എന്ന് പറയുന്നത് ഒരു ഡ്രീം ജോബാണ്. എനിക്ക് ഇത്രയും നാളത്തെ കോച്ചിങ്ങിൽ നിന്ന് ഒത്തിരി പേരുടെ മനസ്സറിയാൻ പറ്റിയതാണ്. ഡ്രീം ജോബാണ് HSAനേക്കാളും LPUPനേക്കാളും. ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ +2 ടീച്ചർ, +2 ഫിസിക്സ് ടീച്ചർ, +2 കെമിസ്ട്രി ടീച്ചർ എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ വലിയൊരു സ്വപ്നമാണ്. എനിക്കത് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയം നിങ്ങൾ മാറ്റി വെക്കുക. സെറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ്സാകാനായിട്ട് പറ്റും. അപ്പോൾ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം കേട്ടോ. ഇനി അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഫീസ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ്. ഇൻസ്റ്റാൾമെന്റിൽ അടയ്ക്കാനും ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ കോൺടാക്ട് ചെയ്യുക. ഇനിയും വീഡിയോ ക്ലാസ്സുകളിലൂടെ നമ്മൾക്ക് പരിചയപ്പെടാം.